നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് നമ്മളെ വിട്ടുപോയ സലീം കുമാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ മൈൻഡൊന്നും ശരിയാകാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സലീം കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊട്ട വീഡിയോസ് കാണാനിടയായി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരിക്കണമെന്ന്, അദ്ദേഹം മരിച്ചു എന്നൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അത് വിശ്വസിച്ചില്ല. കാരണം സലീം കുമാർ മരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സലീം കുമാർ മരിച്ചുവെന്ന് ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഫോട്ടോസ് ഇങ്ങനെ പബ്ലിഷ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒറിജിനലാണോ, ഇത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ സലീം കുമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു റിപ്പോർട്ടർ ചെന്ന് മോർച്ചറിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഏത് ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നതെന്ന്. ഒരു മരിച്ചു കിടക്കുമ്പോൾ ഒരു ആരാധകനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്? പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരിങ്ങനെ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ ഈ VIP-കൾക്കൊരു വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ പിടിച്ച് എടുക്കുന്നതുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ആ ഫോട്ടോ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? എത്ര നാൾ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ ആ ഫോട്ടോ സൂക്ഷിച്ചു വയ്ക്കും? കൂടിയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. കാരണം അവർ വരുന്നത് കണ്ണ് നിറഞ്ഞ് ദുഃഖത്തോടെയുള്ള ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുമോ? ഇല്ല. അതിനിടയിൽ ദിലീപിൻ്റെ ഒരു സെൽഫി എടുക്കുന്നത് കണ്ടു. ദിലീപ് ഒരുപാട് ദുഃഖിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഒരാൾ ക്യാമറ മുമ്പിലോട്ട് നീക്കിയിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്നത് കണ്ടു. പക്ഷെ ദിലീപ് എതിർക്കാത്തത് ദിലീപിനെതിരെ കേസുള്ളത് കൊണ്ടും എതിർത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടുമായിരിക്കാം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നി. അദ്ദേഹം അത്രയും ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്ന് സെൽഫി എടുക്കുന്നത് എത്ര മോശമായൊരു പ്രവൃത്തിയാണ്. സത്യത്തിൽ ആ ദിലീപിനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ സലീം കുമാറിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവിടെ ചെയ്യുന്നത്. കുമാറിനെ കാണാനല്ല അവർ സത്യത്തിൽ വരുന്നത്, സെലിബ്രിറ്റികളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇതിനൊരു പരിഹാരം എനിക്ക് തോന്നിയത്, ഇപ്പോൾ സിനിമാ നടന്മാരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ സിനിമാ നടന്മാർക്ക് മാത്രം കാണാനുള്ള സൗകര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സമയം തൊട്ട് ഈ സമയം വരെ സിനിമാ നടന്മാർക്ക് മാത്രം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത ഒരുക്കണ സമയത്തൊക്കെ ഒരുപാട് തിക്കും തിരക്കുമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു MLA, എല്ലാവരും, പിന്നെ ആ മകൻ വരെ ഓടിടേണ്ട ഒരവസ്ഥ വന്നു. എത്ര മോശമായ ഒരു പ്രവൃത്തിയാണത്. ആ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ആ മകൻ അത്രയും ചങ്ക് പൊട്ടി നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരവസ്ഥ വരെ വന്നു. മലയാളികൾ ഇത്രയും ദുഷിച്ചു പോയിരിക്കുന്നു. മോഹൻലാലിൻ്റെ അമ്മ മരിച്ച സമയത്ത് പൊതുദർശനത്തിന് വയ്ക്കുകയും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പൊതുദർശനത്തിന് വെച്ച് ആൾക്കാർക്ക് വന്ന് കാണാനുള്ള സൗകര്യമൊരുക്കി. എന്നാൽ ചിത ഒരുക്കുന്ന സമയത്ത് ഒരു മീഡിയക്കാർക്കും അവർ അവിടെ ബ്ലോക്ക് ചെയ്തു. അതുപോലെ ചെയ്യണം. ഈ സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് വേണ്ടി കുറച്ചൊരു സമയം നമ്മൾ വിട്ടുകൊടുക്കണം. ഈ ചിത ഒരുക്കുന്ന സമയത്തിൽ ഒറ്റ മീഡിയക്കാരെയും അങ്ങോട്ട് പ്രവേശിക്കാത്ത വിധത്തിൽ വേണം പരിപാടികൾ ചെയ്യാൻ. അതിനായിട്ടൊരു കോർഡിനേറ്റ് ചെയ്ത ഒരാൾ അവിടെ വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ ഇവർ ഈ വീഡിയോ എടുക്കുന്നത് റീൽസ് ഇട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സലീം കുമാറിനോട് കൊണ്ടുള്ള ഇഷ്ടമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവർ ആ വീഡിയോ എടുക്കുന്നു, അവരുടെ ഗാലറിയിൽ നിന്ന് തന്നെ അവർ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. പിന്നെ എന്തിനാണ് അവരിങ്ങനെ എടുത്ത് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശമായ പ്രവൃത്തികളാണ് മലയാളികൾ ചെയ്യുന്നത്. ഇതിനെതിരെ രമേശ് പിഷാരടി പറഞ്ഞ പോലെ തക്കമായ ഒരു നിയമം വരണം. അനുവാദമില്ലാതെ ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റികൾ പോകുന്ന സമയത്ത് അനുവാദമില്ലാതെ അവരുടെ തലയുടെ മുകളിലൊക്കെ കൈയിട്ടിട്ട് സെൽഫി എടുക്കുന്നതും അതൊക്കെ വളരെ മോശമായ പ്രവൃത്തിയാണ്. ഇനി അഥവാ സെൽഫി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗാലറിയിൽ എത്ര നാളത് സൂക്ഷിച്ചു വയ്ക്കും? എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്? കഷ്ടം. മലയാളികൾ, നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ചിന്തിക്കൂ.